ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് എന്താ നമ്മുടെ സ്വന്തം ഇഞ്ചിപ്പൊടി. അപ്പോൾ അതിനുവേണ്ടി ആദ്യം കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകം, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ച് കൊടുക്കാം കേട്ടോ. അരച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് പുളിയുള്ള കയ്യിലാക്കി അതിലോട്ടാക്കി നല്ല രീതിയിൽ അരച്ച് കൊടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ സ്വന്തം ഉഴുന്ന് പരിപ്പ്, സാമ്പാർ പരിപ്പ്, പച്ചമുളക്, ഇഞ്ചി ചതച്ച് ഇതൊക്കെ ഇട്ട് നമുക്ക് എണ്ണ കിട്ടണം വറക്കിയെടുക്കാം. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇഞ്ചിപ്പൊടി പറയാൻ കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ എണ്ണയിൽ കളിച്ച് കുറച്ച് ഉള്ളി ഇടണം, പിന്നെ കുറച്ച് കടുക് ഇടണം. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് നല്ലേക്ക് തിളപ്പിക്കാൻ വെക്കാം. നമ്മുടെ അടുത്തതായിട്ട് നമ്മൾ ഉഴുന്ന് പരിപ്പ്, പിന്നെ അടുത്തായിട്ട് കുറച്ച് സാമ്പാർ പരിപ്പ്, പിന്നീട് അടുത്തതായിട്ട് കുറച്ച് പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഇളക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറുവപ്പല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് കൂടെ ആവശ്യത്തിന് മതി 20 അത്രയും ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ മല്ലിപ്പൊടി അതും നല്ല രീതിക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മൾ ഇഞ്ചി വെച്ചത് അതൊന്ന് ഇട്ട് നല്ല രീതിക്ക് ഒന്ന് വറക്കി കൊടുക്കാം. ഇട്ട് കൊടുക്കാം. മിക്സും കൂടി ഇട്ട് കൊടുക്കണം. അതൊക്കെ നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല രീതിക്ക് എന്ത് ചെയ്യുക, നല്ല രീതിക്ക് തന്നെ പിഴിഞ്ഞ് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാവരും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല രീതിക്ക് പിഴിഞ്ഞ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഗായ്സ്. നല്ല പിഴിഞ്ഞെടുക്കാം നമുക്ക്. എന്നിട്ട് വന്നത് ഈ ഒരു പരുവത്തിലായിട്ടാണ് നമ്മുടെ ഇഞ്ചിപ്പൊടി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പായാലും പൊടിയുപ്പായാലും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം, മധുരവും അത്രയാണ് വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഗൈസ്. ഇളക്കി പിന്നെ കുറുകി കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിപ്പൊടി റെഡി.